മലയാള സിനിമയിലെ പല ഞെട്ടിക്കുന്ന സത്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പല്ലിശ്ശേരി. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ സിനിമാ ലോകത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും പല താരങ്ങളെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ പറയുന്നതെല്ലാം സത്യസന്ധമായ വിവരങ്ങളാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പല പ്രമുഖ വാർത്താ ചാനലുകൾക്കും നൽകിയ അഭിമുഖങ്ങളിലും ഈ നിലപാട് പല്ലിശ്ശേരി ആവർത്തിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ എന്നിവരെ കുറിച്ചുള്ള പല്ലിശ്ശേരിയുടെ വെളിപ്പെടുത്തലുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില വ്യക്തികളാണ് തനിക്ക് ഈ വിവരങ്ങൾ ചോർത്തി നൽകിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പല പ്രമുഖരും എനിക്ക് വാർത്തകൾ തന്നിട്ടുണ്ട്, സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് അതെല്ലാം എന്ന് പല്ലിശ്ശേരി പറയുന്നു. വിവാദങ്ങളിൽ ഉൾപ്പെട്ട താരങ്ങളുടെ പേരുകൾ സത്യമാണെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ പറയാറുള്ളൂ എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വേർപിരിയൽ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹമോചനവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഈ താരദമ്പതികളുടെ വേർപിരിയലിന്റെ കാരണമറിയാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിച്ചു. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ വിവാഹം വലിയൊരു വിഭാഗം ജനങ്ങളെയും ദിലീപിനും കാവ്യയ്ക്കും എതിരാക്കി. ഇത് അവരുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുകയും മഞ്ജു വാര്യരോടുള്ള ജനപ്രീതി അപ്രതീക്ഷിതമായി വർദ്ധിക്കുകയും ചെയ്തു. 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന മഞ്ജു വാര്യരുടെ പരസ്യ പ്രഖ്യാപനവും തുടർന്നുണ്ടായ ദിലീപിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫിനെയും വ്യക്തിജീവിതത്തെയും താളം തെറ്റിച്ചു. ദിലീപിനും കാവ്യയ്ക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണങ്ങളും കൂടാതെ ദിലീപിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് പല്ലിശ്ശേരിയുടെ വെളിപ്പെടുത്തലുകൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചത്. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട പ്രണയബന്ധം, മഞ്ജു വാര്യർക്കും ദിലീപിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനുണ്ടായിരുന്ന പക എന്നിവയെക്കുറിച്ചെല്ലാം പല്ലിശ്ശേരി നിരവധി വിവരങ്ങൾ പങ്കുവച്ചു. എന്നാൽ ഇതിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചത് ദിലീപ് മഞ്ജുവിന് മുൻപ് തന്റെ ഒരു ബന്ധുവിനെ വിവാഹം ചെയ്തിരുന്നുവെന്നും കാവ്യമാധവൻ നടന്റെ 3ാം ഭാര്യയാണെന്നുമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. ഈ വിവരങ്ങൾ പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ സത്യമാണെന്ന് തെളിഞ്ഞതോടെ പല്ലിശ്ശേരിയുടെ വാക്കുകളിൽ പ്രേക്ഷകരുടെ വിശ്വാസം വർദ്ധിച്ചു. പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതും പല്ലിശ്ശേരിയാണ്. സുനിയുടെ അടുത്ത ബന്ധുവിനെ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത്. ഒരു പ്രശസ്ത സംവിധായകന്റെ സിനിമയിൽ ദിലീപും കാവ്യയും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ മഞ്ജു വാര്യർ കാവ്യയുടെ കർണത്തടിച്ചതായും പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരുന്നു. ആ സിനിമയിൽ ഒരു ഗാനരംഗം ചിത്രീകരിക്കാൻ ദിലീപിന്റെ ആത്മസുഹൃത്തായ സംവിധായകനാണ് എത്തിയത്. ദിലീപിന്റെയും കാവ്യയുടെയും ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് വേറെ ചിലരും അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാൻ നായകനും നായികയും മുറിയിലേക്ക് പോയ വിവരം ചിലർ മഞ്ജു വാര്യരെ അറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ മഞ്ജു വാര്യർ ഇരുവരെയും ഒരുമിച്ച് കാണുകയും കാവ്യയെ അടിക്കുകയും ഭർത്താവുമായി വഴക്കിടുകയും ചെയ്തു. കാവ്യമാധവനും മഞ്ജു വാര്യരും ശത്രുക്കളായത് ഈ സംഭവത്തിന് ശേഷമാണെന്നും ഇത് സിനിമാ രംഗത്തെ അരമന രഹസ്യമാണെന്നുമാണ് പല്ലിശ്ശേരി പറഞ്ഞത്. ദിലീപും കാവ്യമാധവനും വേർപിരിയുന്നുവെന്നും പല്ലിശ്ശേരി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇത് വെറും സൗന്ദര്യപ്പിണക്കമല്ലെന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ജ്യോത്സ്യന്മാരിൽ നിന്നുമെല്ലാം അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവർക്കും ദോഷങ്ങൾ ഉള്ളതുകൊണ്ട് വേർപിരിയുമ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പോയി കിട്ടും. ഭാവിയിൽ അവർക്ക് അത് ഗുണമാകും ചെയ്യുന്നത് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതായി പല്ലിശ്ശേരി വെളിപ്പെടുത്തി. മഞ്ജുവും മകൾ മീനാക്ഷിയും ചെന്നൈയിൽ വെച്ച് രഹസ്യമായി കണ്ടുമുട്ടിയെന്നും പല്ലിശ്ശേരി പറഞ്ഞിരുന്നു. എന്നാൽ മീനാക്ഷിയോ മഞ്ജുവോ ഇപ്പോഴും പരസ്യമായി പൊതുവേദികളിലോ പൊതുവിടങ്ങളിലോ പ്രത്യക്ഷപ്പെടാറില്ല. ദിലീപിനെയും കാവ്യയെയും കുറിച്ചാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയതെങ്കിലും മറ്റു ചില കാര്യങ്ങളും പല്ലിശ്ശേരി പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ദ്രജിത്തും ഭാവനയും വിനീതും പ്രധാന വേഷത്തിലെത്തിയ 7ാമത്തെ വരവെന്ന സിനിമയുടെ പരാജയത്തിന് കാരണം ദിലീപാണെന്നും പല്ലിശ്ശേരി പറയുന്നു. ഈ സിനിമ തിയേറ്ററിലെത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കാസ് കലാസംഘം എന്ന വിതരണക്കാർ രംഗത്ത് വന്നു. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഈ ബാനർ നടൻ ദിലീപുമായി ബന്ധമുള്ളതാണ്. ദിലീപ് ഹരിഹരന്റെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സമയമായിരുന്നു അത്. ഹരിഹരൻ കാസ് കലാസംഘവുമായി ധാരണയിലെത്തി. എന്നാൽ അതിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. 7ാമത്തെ വരവ് പരസ്യം നൽകാതെയും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്ന തിയേറ്ററുകൾ നൽകാതെയുമാണ് റിലീസ് ചെയ്തത്. തുടക്കം മുതൽ ആ സിനിമ പരാജയപ്പെട്ടു കാണാൻ വിതരണക്കാരും പിന്നിൽ നിന്നവരും ശ്രദ്ധിച്ചിരുന്നു. ദിലീപിന്റെ ശത്രു ലിസ്റ്റിലുള്ള നായകനെയും നായികയെയും അഭിനയിപ്പിച്ചതിന് പ്രതികാരമായിരുന്നു ഈ ചിത്രം തകർത്തതിന് പിന്നിൽ. ഇത് വളരെ തന്ത്രപരമായ ഒതുക്കലായിരുന്നുവെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞത്. ഒരു പ്രമുഖ നടന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരുന്നു. സെറ്റിൽ സൗഹൃദം നടിച്ച് നടിമാരെ പ്രായഭേദമന്യേ അനുചിതമായി സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്ന ശീലം ഈ നടൻ ഉണ്ടായിരുന്നെന്നും ഇത്തരം പ്രവൃത്തികൾ പലപ്പോഴും മറച്ചുവെക്കപ്പെടുകയോ സാധാരണവൽക്കരിക്കപ്പെടുകയോ ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു.
ഈ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന പലരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരല്ലെന്നും അമിതമായ ആവേശമോ സിനിമാ മോഹമോ ആണ് അവരെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു. പല്ലിശ്ശേരിയുടെ ഈ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും നിരവധി ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ സിനിമയിലെ പല അണിയറ രഹസ്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നു.